ഒരു 7 സീറ്റർ വേണം എന്നുള്ള രീതിയിൽ മാത്രം ബൊലേറോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത്ര നല്ലതായിരിക്കും എന്ന് ഞാൻ പറയില്ല. അപ്പോൾ അതിൽ ഒരുപാട് പോരായ്മകളുണ്ട് ബൊലേറോൻ്റെ കാര്യത്തിൽ. എടുത്തു പറയേണ്ട കാര്യമായിട്ടോ, നമ്മൾ ബൊലേറോ ഓണേഴ്സ് ക്ലബ്ബ് ഈ വണ്ടി പിടിച്ചിട്ടേ പെയിൻ്റ് അടി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു ആ പെയിൻ്റ് അടിച്ചതിൻ്റെ പൈസയും കാര്യങ്ങളും ചിലവൊക്കെ പോയി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. എൻ്റെ അടുത്ത് പറഞ്ഞ റേറ്റിൻ്റെ ഇരട്ടി എനിക്കായി. ഓടിപ്പോയി വണ്ടി എടുത്തിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറയും. 99 അല്ല 100% ശരിയാണ്. കാരണം ഈ ഒരു വണ്ടി നമ്മളിപ്പോൾ ഒരു റീപെയിൻറ്റ് ചെയ്തെന്നിരിക്കുക, മോഡിഫൈ ചെയ്ത സമയത്ത് നമുക്കുണ്ടായ പ്രശ്നങ്ങൾ ഇങ്ങനെ പല റേറ്റ് ഉണ്ട് പെയിൻ്റ് അടിക്കാൻ. അപ്പോൾ ഒരിക്കലും നമുക്ക് വണ്ടി വിൽക്കാൻ പറ്റില്ല. ബൊലേറോ വാങ്ങിച്ചിട്ട് പണിത് കഴിഞ്ഞ് കഴിയുമ്പോൾ താറിൻ്റെ റേറ്റ് ആവും നമ്മൾ ഈ പണിത് വരുമ്പോൾ. അന്ന് ഞാൻ ശരിക്കും പെട്ടുപോയി എന്നാണ് വിചാരിച്ചത്. എല്ലാം മാറ്റിയതിൻ്റെ ലേബറും കാര്യങ്ങളിലേക്ക് വരുമ്പോൾ 3 ഇരട്ടി പൈസ ചിലവും. ലുക്ക് കണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നിട്ട് വണ്ടി വാങ്ങിച്ചിട്ട് ഈ പറയണം അത്ര ഒരു എമൗണ്ട്, വലിയൊരു എമൗണ്ട് നമുക്ക് ചിലവായിട്ടുള്ളൂ. പിന്നെ കുറേ പേര് നമ്മുടെ അടുത്ത് ഈ ഒരു MT ടയറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ താന്ന് പോകും, അതായത് കൊമളച്ച് തുരുമ്പ് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം. അപ്പോൾ അവർ പറഞ്ഞു ആ ഡോറ് മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. ഈ സാധനം വരുമ്പോൾ നമുക്ക് വീണ്ടും പണികൾ കിട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബ്രോ ഒരു ബൊലേറോ എടുത്ത് മോഡിഫൈ ചെയ്യുന്ന ആഗ്രഹമുണ്ട്. ബ്രോ മോഡിഫൈ ചെയ്ത് കളർ ചേഞ്ച് മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? അതുപോലെ തന്നെ ഏത് മോഡൽ എടുക്കുന്നതാണ് നല്ലത്, നമ്മുടെ ഒരു ആ ബൊലേറോൻ്റെ ഒരു യൂസർ റിവ്യൂ, മെയിൻ്റനൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ എന്ന് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഉദ്ദേശിച്ചത് അങ്ങനെ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ മോഡിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവർക്കും പറ്റിയ രീതിയിൽ ഒരു യൂസർ റിവ്യൂ എന്ന് മാത്രം പറയാൻ പറ്റില്ല, കംപ്ലീറ്റ് ഒരു മോഡിഫിക്കേഷൻ്റെ റിവ്യൂ കൂടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ മോഡിഫൈ ചെയ്ത സമയത്ത് നമുക്കുണ്ടായ പ്രശ്നങ്ങൾ, ആ മോഡിഫൈ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു വണ്ടിയുടെ പ്രശ്നങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജെന്യുവനായിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ വണ്ടി എടുക്കാൻ പ്ലാനുള്ളവരും വണ്ടി ഇതേപോലെ എടുത്ത് പണിയാൻ പ്ലാനുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ അതിന് റിപ്ലൈ എന്തായാലും തരുന്നതായിരിക്കും കേട്ടോ. ഗൈസ്, ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടിയുടെ ഇപ്പോൾ ഉള്ള കണ്ടീഷൻ. അതിന് ഇതുവരെ ഈ ഒരു വണ്ടി മോഡിഫൈ ചെയ്യാനായിട്ട് ഒരുപാട് സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഓരോ സ്റ്റേജിലും ഡീറ്റെയിൽസ്, എമൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തൊരു അതൊന്ന് പോയി കണ്ടേക്ക്. ഞാനപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആ മോഡിഫൈ ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു റിവ്യൂ ആണ്. മോഡിഫൈ ചെയ്യാൻ നേരത്ത് നമ്മൾ നേരിട്ട് ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മോഡിഫൈ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബൊലേറോ മോഡിഫൈ ചെയ്യുന്നതിനൊക്കെ ആകുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ ബൊലേറോൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ്. അതായത് നിങ്ങൾ ഒരു വണ്ടിയുടെ ലുക്ക് മാത്രം കണ്ടിട്ടോ അല്ലെങ്കിൽ അത് മാത്രം കണ്ടിട്ടല്ല വണ്ടി എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് വണ്ടിയാണ് ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങളുടെ പർപ്പസ് എന്താണ്, ഫാമിലി പർപ്പസ് ആണോ, അല്ലെങ്കിൽ ഒരു ഫൺ പർപ്പസ് ആണോ, ഡ്രൈവിംഗ് പർപ്പസ് ആണോ, അങ്ങനെ എന്താണെന്നൊക്കെ ഉള്ളത്, ഓഫ് റോഡ് പർപ്പസ് ആണോ, അങ്ങനെ എന്താണെന്നുള്ളത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വണ്ടി എടുക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അപ്പോൾ എങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു വണ്ടി സ്യൂട്ടബിൾ ആണെന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറയാം. നിങ്ങളൊരു ഫാമിലി കാർ അല്ലെങ്കിൽ ഒരുപാട് യാത്രയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു വണ്ടി വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി 7 പേരുള്ളതുകൊണ്ട് ഒരു 7 സീറ്റർ വേണം എന്നുള്ള രീതിയിൽ മാത്രം ബൊലേറോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത്ര നല്ലതായിരിക്കും എന്ന് ഞാൻ പറയില്ല. കാരണം ഈ ബൊലേറോ എന്ന് പറഞ്ഞ വാഹനം അല്ലെങ്കിൽ ജീപ്പ് ടൈപ്പ് വാഹനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു വാഹനമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വണ്ടി എടുക്കുന്നതിനേക്കാൾ ഇത് ശരിക്കും ഓടിച്ച് നോക്കിയിട്ട് മാത്രം നിങ്ങളുടെ ആ പർപ്പസിന് അത് സ്യൂട്ടബിൾ ആണോ നോക്കിയിട്ട് മാത്രം എടുക്കുക. അല്ലാതെ പലരും ഈ പറയണം ഇന്നോവയും എർട്ടിഗയൊക്കെ ഓടിക്കുന്ന ആൾക്കാർ ആ ബൊലേറോ കണ്ടിട്ട് അതിൻ്റെ ലുക്കും ആ ഒരു മോഡിഫൈ ചെയ്തിട്ടുള്ള ലുക്കൊക്കെ കണ്ടിട്ട് ഓടിപ്പോയി വണ്ടി എടുത്തിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറയും. നമ്മൾ സാധാരണ ഇന്നോവയും എർട്ടിഗ അങ്ങനത്തെ 7 സീറ്റർ വണ്ടികളൊക്കെ എടുത്ത് ഓടിച്ച് തിരിച്ച് കൊണ്ടുപോകുന്ന പോലെ ഈ വണ്ടി നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ ഈ വണ്ടിയിലിരുന്ന് പോകുന്നൊരു ഫീൽ അത് വേറെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ബാക്ക് സൈഡിലിരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലിയിൽ നിങ്ങൾക്ക് പലർക്കും ഇഷ്ടമാവാൻ ചാൻസ് കുറവാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആ യാത്രാ സുഖം എന്തായാലും ഇതിൽ കിട്ടില്ല. കാരണം ഇത് ഈ ഒരു മോഡൽ വണ്ടിയാണ്. പക്ഷേ ഡ്രൈവിങ് ഈ ഒരു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ത്രില്ല് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ വാഹനത്തെക്കുറിച്ച് വണ്ടി ഓടിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഓടിക്കുമ്പോൾ അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ 2013 മോഡൽ വണ്ടിയാണ്. ഇത് 2500 cc ആണ് വരുന്നത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു 2016-17 ആണെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. അതിനുശേഷം വന്ന വണ്ടികൾ 1500 cc വരുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഒരു CC കുറഞ്ഞു എന്ന് വെച്ചിട്ട് വണ്ടിക്ക് പവർ കുറഞ്ഞു അങ്ങനെയൊന്നുമില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പുതിയ മോഡൽ ഇപ്പോൾ പവർ പ്ലസ് ഒക്കെ അത്യാവശ്യം നല്ല ടോർക്കും ഇതൊക്കെ വരുന്നതുകൊണ്ട് തന്നെ വണ്ടിക്ക് അത്യാവശ്യം നല്ല രീതിയിലൊരു പവർ നമുക്ക് ഫീൽ ചെയ്യും. കുറച്ചും കൂടിയും എപ്പോഴും നമ്മൾ ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും നമ്മുടെ മെയിൻ്റനൻസിനാണെങ്കിലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുവിധം പുതിയത് നോക്കി മാക്സിമം നമ്മുടെ ബഡ്ജറ്റിന് എടുക്കുന്നതായിരിക്കും നല്ലത്. കാറാണെങ്കിൽ പോലും നിങ്ങൾ ലുക്ക് കണ്ട എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നിട്ട് വണ്ടി വാങ്ങിച്ചിട്ട് ഈ പറയണം ഫാമിലി പർപ്പസിന് എടുക്കുന്നവർക്കാണ് പറഞ്ഞത്. അല്ലാതെ നിങ്ങൾക്ക് ഒരു ഫൺ പർപ്പസ് നിങ്ങളുടെ വീട്ടിൽ വേറെ കാറൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നടക്കും. ഞാൻ ഈ ശരിക്കും പറഞ്ഞാൽ താർ എടുക്കാത്തതിന് ഒരു പ്രധാന റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിലെ ഡോറ് നമുക്ക് തുറക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് 5 ഡോർ താർ ഉണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ ഒരു ടൈപ്പ് വണ്ടി താർ സ്കോർപ്പിയോ ഒക്കെയാണ് താല്പര്യം ഉണ്ടായിരുന്നത്. അപ്പോൾ സ്കോർപ്പിയോ ഞാൻ കുറേ നോക്കിയിട്ട് കിട്ടിയില്ല. പിന്നെ എനിക്ക് താറ് ഞാൻ പറഞ്ഞില്ലേ ബാക്കിലെ ഡോറ് തുറക്കാൻ പറ്റാത്തത് ഭയങ്കര ഒരു പ്രശ്നമാണ്. ചില്ലൊന്നും തുറക്കാൻ പറ്റില്ല. അപ്പോൾ
അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നോർമൽ ജീപ്പാണെന്നുണ്ടെങ്കിലും നമ്മൾ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ചിലവരായിരിക്കും ജീപ്പിന് റേറ്റ് കുറവായിരിക്കും എന്ന് തോന്നിക്കും. ജീപ്പൊക്കെ നമ്മൾ പണിതെടുക്കണമെങ്കിൽ നല്ല പൈസ വരും. പിന്നെ അതൊട്ടും ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഫാമിലി പർപ്പസിന് പറ്റില്ല. ഇതാവുമ്പോൾ എല്ലാം കൂടിയും തികഞ്ഞൊരു മീൻസ് കുഴപ്പമില്ലാത്തൊരു വണ്ടിയാണെന്നുള്ള രീതിയിലാണ് നമ്മൾ ബോലേറോ എടുത്തിട്ടും ഞാൻ ഇനി ഇതുവരെ എന്താ പറയുക അങ്ങനത്തെ പർപ്പസൊന്നും എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 7 സീറ്റർ എന്ന് പറഞ്ഞ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ട്രിപ്പൊക്കെ പോയി കഴിയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ 5 സീറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ബാക്കിൽ നമ്മൾ ലഗേജും കാര്യങ്ങൾ കയറ്റി കഴിഞ്ഞാൽ ആ 2 സീറ്റ് നമുക്ക് പ്രത്യേകിച്ച് യൂസൊന്നുമില്ല. അപ്പോൾ ഒരു ഫാമിലി പർപ്പസിന് എടുക്കുമ്പോൾ വണ്ടി എടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ട് മാത്രം വണ്ടി എടുക്കുക. ടെസ്റ്റ് ഡ്രൈവ് എന്ന് ഉദ്ദേശിച്ച് അത്യാവശ്യം നിങ്ങളൊരു എടുക്കാൻ പോകുന്ന വണ്ടി ഓടിച്ച് നോക്കിയിട്ടല്ലേ എടുക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലേക്ക് കൊണ്ടുപോയി അതൊന്നിലൊന്നിരുന്ന് ഓടിച്ച് നോക്കിയിട്ട് വണ്ടി എടുക്കുക. എന്തായാലും ഒരു 3 ഡോറ് താർ എടുക്കുന്നതിനേക്കാളും നല്ലത് 7 സീറ്റർ ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വാഹനം എന്നുള്ള രീതിയിൽ ഈ ഒരു ബോലേറോ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും. എങ്കിലും താറിൻ്റെ ഒരു പവറും താറിൻ്റെ ഒരു ലുക്കും എന്തായാലും ഇതിന് കിട്ടില്ല. പക്ഷേ നമ്മൾ പണിതെടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം അടിപൊളിയാക്കാൻ പറ്റും. അപ്പോഴാണ് നമ്മൾ മോഡിഫിക്കേഷൻ്റെ കാര്യം പറഞ്ഞത്. കാരണം മിക്കവരുടെ ആഗ്രഹം ഉണ്ടല്ലോ, ഈ ഒരു വൈറ്റ് വണ്ടിയാണെങ്കിലും ഒരു പഴയ വണ്ടി എടുത്താൽ അതിങ്ങനെ പണിത് കൊണ്ടു നടക്കുന്നതാണ് ഭയങ്കര ആഗ്രഹം. അപ്പോൾ അതിലൊരുപാട് പോരായ്മകളുണ്ട് ബോലേറോൻ്റെ കാര്യത്തിൽ. അപ്പോൾ അത് മേജറായിട്ട് പറയുകയാണെങ്കിൽ തുരുമ്പ് പെട്ടി എന്ന് പറഞ്ഞ് കളിയാക്കുന്നില്ലേ, അത് ഏറെക്കുറെ 99% ശരിയാണ്. 99 അല്ല 100% ശരിയാണ്. കാരണം ഈ ഒരു വണ്ടി നമ്മളിപ്പോൾ ഒരു റീപെയിൻറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. ഞാൻ ഈ റീപെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ അവരൊരു ബഡ്ജറ്റ് പറയുമല്ലോ, അതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 ലാഖാണ് ബഡ്ജറ്റ് പറയണമെങ്കിൽ ഇതിൻ്റെ പണി കഴിഞ്ഞപ്പോൾ 3 ലാഖാവും. അതിന് കാരണം കുറേയൊക്കെ ഇവരുടെ എന്താ പറയുക തുരുമ്പ് ഉള്ള സാധനങ്ങളൊക്കെ മാറ്റി വരുമ്പോൾ പ്രശ്നം. ഞാൻ എൻ്റെ കേസിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഡോറടക്കം മാറ്റേണ്ടതെന്നു. ആദ്യം 3 ഡോറ് മാറ്റിയിട്ടാണ്. അപ്പോൾ ഒരു ഡോറിൻ്റെ കാര്യം കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. അത് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നോക്കുമ്പോൾ അവിടെ വീണ്ടും ഇങ്ങനെ കൊമളിച്ച് തുരുമ്പ് പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാം. അപ്പോൾ അവർ പറഞ്ഞു ആ ഡോറും മാറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡോറും പെയിൻ്റ് അടിക്ക് ശേഷമാണ്. അത് കഴിഞ്ഞ് കുറച്ചാൾ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് മാറ്റണമെന്നു. ഇതേപോലെ തന്നെ ബോണറ്റ്, ഫ്രണ്ടിലെ ബോണറ്റും ഫുള്ളായിട്ട് മാറ്റേണ്ടി വന്നു. കാരണം അതും ഈ പറഞ്ഞ തുരുമ്പ് പിടിച്ചിട്ടേ പെയിൻ്റ് അടി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു ആ പെയിൻ്റ് അടിച്ചതിൻ്റെ പൈസയും കാര്യങ്ങളും ചിലവൊക്കെ പോയി. എന്നിട്ടും ആ സാധനം രണ്ടാമത് മാറ്റേണ്ടി വന്നു. ഇതിൻ്റെയൊക്കെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ പെയിൻറ്റിൻ്റെ കാര്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് നമുക്കിപ്പോൾ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഒരു സംഭവം പെയിൻറ്റിങ് തന്നെയല്ലേ. അപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല സ്ഥലത്ത് നോക്കിയാലും പല റേറ്റാണ്. ഞാനിപ്പോൾ അന്വേഷിച്ച സ്ഥലത്ത് ഒരു സ്ഥലത്ത് 30,000 പറഞ്ഞു, ഒരു സ്ഥലത്ത് 25,000 പറഞ്ഞു, ഒരു സ്ഥലത്ത് 60,000 പറഞ്ഞു, ഒരു സ്ഥലത്ത് 40,000 പറഞ്ഞു, ഒരു സ്ഥലത്ത് 1,00,000 പറഞ്ഞു, ഒരു സ്ഥലത്ത് 1,25,000 പറഞ്ഞു, ഒരു സ്ഥലത്ത് 1,50,000 പറഞ്ഞു. ഇങ്ങനെ പല റേറ്റ് ഉണ്ട് പെയിൻ്റ് അടിക്കാൻ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 60 രൂപയ്ക്കാണ് എനിക്ക് ചിലവ് വന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അവരുടെ ആ ഒരു വർക്കിൻ്റെ ഇതനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. പിന്നെ കളറിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. എങ്കിലും ഈ ഒരു വണ്ടിയുമ്പോൾ പണിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുരുമ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാരക തുരുമ്പാണ്. നമ്മൾ പണിത് കഴിഞ്ഞാലും പിന്നെയും ഈ സാധനം ഇങ്ങനെ തുരുമ്പ് പിടിച്ച് വരും. അതിപ്പോൾ നമ്മൾ ഇത് പണിയാൻ കൊടുത്തു 1,00,000 ബഡ്ജറ്റ് പറഞ്ഞു പറയില്ല, 2 ഇരട്ടി എന്ന് പറയുമ്പോൾ ഇത്രയും അതൊരു 10,000, 1000, 2000 ഒക്കെ കൂടാണെങ്കിൽ പോലും നമുക്ക് കുഴപ്പമില്ല. ഈ 10,000-ന് മുകളിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് ആണ്. എങ്കിലും അവസാനം ബില്ല് കാണുമ്പോൾ നമ്മൾ കണ്ണുള്ളും. ഒന്ന് ആലോചിക്കുക, നമ്മളൊരു ബോലേറോ വാങ്ങിച്ചിട്ട് പണിത് കഴിഞ്ഞ് കഴിയുമ്പോൾ താറിൻ്റെ റേറ്റ് ആവും നമ്മൾ ഈ പണിത് വരുമ്പോൾ. അപ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു വാഹനം വാങ്ങിച്ചിട്ട് എല്ലാവർക്കും തോന്നിപ്പോവും ഇതിനുമ്പോൾ അതൊരു ബ്ലാക്ക് കളർ താറ് വാങ്ങിച്ചാൽ പോരെയെന്ന്. ശരിക്കും മോഡിഫൈ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്ത് പിന്നെ നമ്മളത് അങ്ങനെ ആ ഒരു റേറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ മോഡിഫൈ ചെയ്യാൻ പറ്റുന്നവരോട് എനിക്ക് പറയാൻ പറ്റും ഇങ്ങനെ പ്രശ്നങ്ങൾ വണ്ടിക്കുണ്ട്. തുരുമ്പെന്ന് പറഞ്ഞാൽ മാരക തുരുമ്പാണ്. ഞാനിപ്പോൾ തന്നെ കുറേ കാണിച്ചിട്ട് ഇപ്പോൾ ഡോറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ബോണറ്റിൻ്റെ കാര്യം പറഞ്ഞു, ഇതൊക്കെ മാറ്റേണ്ടി വരുമ്പോൾ ഇവർ ഈ നമ്മുടെ അടുത്ത് ഉണ്ടല്ലോ, ഞാൻ എൻ്റെ കേസിൽ തന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് തരും എന്നുള്ള ബേസിലാണ് നമുക്ക് എല്ലാ സാധനങ്ങളും തരണേ. എന്നിട്ട് കുറച്ച് തന്നിട്ട് എനിക്ക് അത്രയും എമൗണ്ട് ആയി എന്ന് ആലോചിക്കണം. അത് ഒരുപാട് കുറച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വരുമ്പോൾ അതിൽ കൂടുതൽ റേറ്റ് ആവും എന്നല്ല തോന്നണേ. അപ്പോൾ അതിന് ശേഷമാണെങ്കിൽ പോലും ഒരു ഫേസ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്തും അതെ, ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ റേറ്റിൻ്റെ ഇരട്ടി എനിക്കായി. അന്ന് എൻ്റെ അടുത്ത് ഞാൻ അങ്ങോട്ട് പോലും പറഞ്ഞില്ല, അവർ ഇങ്ങോട്ട് പറഞ്ഞു വീഡിയോ ഒക്കെ ചെയ്ത് തന്നപ്പോൾ അവർ കുറേ വർക്കും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ അതിൻ്റെ ബേസിൽ ചെയ്തു തരാം, അപ്പോൾ ലേബറും കാര്യങ്ങളൊന്നും ആവില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ലേബർ എന്ന് പറഞ്ഞാൽ മാരക ലേബറാണ് എനിക്കിട്ടെ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഇപ്പോൾ പറയുന്നില്ല ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട്. അപ്പോൾ ഞാൻ പ്രതീക്ഷകളെ ഇരട്ടിയായി. അതെനിക്ക് നമുക്ക് മെറ്റീരിയലിൻ്റെ പൈസ എന്താ പറയുക, പാർട്സിൻ്റെ പൈസ മാത്രം കൊടുത്താൽ എന്നുള്ള രീതിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് അത്ര എമൗണ്ടായി. അപ്പം അന്നിട്ട് നമുക്ക് കുറച്ചൊന്നാണ് പറയണേ. ഇപ്പോൾ നമ്മളങ്ങോട്ട് ചെയ്ത് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു എന്താ പറയുക, നമ്മൾ ഡീസൽ പൈസ പോലും വാങ്ങിക്കേണ്ട അവിടെ ചെന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതുപോലെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഡീസൽ പൈസ പോലും അവരതിലിടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് എമൗണ്ട് ആവണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ കൂടുതൽ എമൗണ്ട് അല്ലേ ആവുള്ളൂ.
അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എമൗണ്ടിനെ കൂടുതലാണ് നിങ്ങൾക്ക് ആവാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പണിതാലും ഇതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ബാക്കിയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഇൻറ്റീരിയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് കണ്ടോ, നമ്മൾ ഈ ഹാൻഡിലൂടെയൊക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്താണ് ഈ സാധനം ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് ആക്ച്വലി അവരെ കുറ്റം പറയാൻ പറ്റില്ല, മോഡിഫൈ ചെയ്ത് ആരും കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടി വരും. കാരണം ഇത് എന്തൊക്കെ പെയിൻറ്റ് വെച്ചാലും കൈയൊക്കെ ഒരുപാട് വയ്ക്കുന്ന സ്ഥലമായതുകൊണ്ട് അത് തീർച്ചയായിട്ടും പോവും. പിന്നെ ഇവിടെ സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് കണ്ട, സീറ്റ് ഇങ്ങനെ 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 താന്ന് പോവും. അതായത് നമ്മുടെ ബൊലേറോൻ്റെ സീറ്റ് നമ്മൾ ഒരു ഇത് ചെയ്തിട്ടുണ്ടല്ലോ, ബക്കറ്റ് സീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ താന്ന് പോകും. ഇതൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. പിന്നെ തുരുമ്പ് പല സ്ഥലത്തുണ്ട്. ഇനി കാണിക്കാൻ പോകുന്ന തുരുമ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഈ മാരൊക്കെ തുരുമ്പാണ്. അതൊക്കെ ഞാൻ അതിലേക്കൊക്കെ വരാം. ചെയ്യണ്ട അവിടുത്തെ സീറ്റിൻ അവിടുത്തെ ഈ സാധനം ഉണ്ടോ, ഇതൊക്കെ പോകും. ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരും. അതുപോലെ തന്നെ ഈ ഡാഷ്ബോർഡിൻ്റെ ഈ സാധനം ഇടയ്ക്ക് ലൂസാവും, അതൊക്കെ നമ്മൾ ശരിയാക്കേണ്ടി വരും. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇനി ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. ഇതേ ഈ സാധനം, ഈ ഒരു ഇത് കണ്ട, ബീഡിങ് കണ്ട, ഈ ബീഡിങ് ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തുരുമ്പാണ്. പൊളിഞ്ഞ് എല്ലായിടത്തും അതെ കൊമളച്ചിരിക്കണം. ഈ സാധനം നമ്മളിനി പെയിൻറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഫുൾ പെയിൻറ്റ് ചെയ്യണം. ചില ആൾക്കാർ ഇത് ഈ ഒരു ഇതിന് പകരം വണ്ടിയുടെ ഫുൾ ബോഡി മാറ്റുന്നുണ്ട്. തുരുമ്പ് എന്താ പറയുക, കുറച്ചും കൂടി മുമ്പത്തെ വേർഷനിൽ തുരുമ്പ് കുറവാണെന്നാണ് പറയണത്. ഈ ഒരു ബോണറ്റിൻ്റെ ഇവിടെ കണ്ട, ഇതൊക്കെ വെള്ളം വീഴാണ്ട് നോക്കാൻ പറ്റുന്ന സ്ഥലങ്ങളല്ലല്ലോ, ഇങ്ങനെ വരും. അതായത് നമ്മൾ ബൊലേറോ ഇങ്ങനെ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി കൊണ്ടുനടന്നാലും എങ്ങനെയൊക്കെ കൊണ്ടുനടന്നാലും ഇതിൽ തുരുമ്പ് എന്ന് പറഞ്ഞ സാധനം വരുമ്പോൾ നമുക്ക് വീണ്ടും പണികൾ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇനി അണ്ടർ ബോഡിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അണ്ടർ ബോഡി കോട്ടിങ്ങൊക്കെ വാറൻറ്റി ഉള്ളത് വരെ ചെയ്താലും അണ്ടർ ബോഡിയിൽ വരുന്ന തുരുമ്പും അതുപോലെ തന്നെ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ അന്ന് ചെയ്ത് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിന് എൻ്റെ ഒരുപാട് പാച്ച് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല, എന്നാലും അത്യാവശ്യം പാച്ച് ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് വന്നപ്പോൾ റേറ്റ് ആയി. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ പാച്ച് വർക്കും പെയിൻറ്റ് വർക്കും തുരുമ്പ് കാരണം ഒരുപാട് വർക്ക് വീണ്ടും അഡീഷണലി ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ അത്രയും എമൗണ്ട് ഇതിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ആക്ച്വലി നല്ല ഗുണം ഉണ്ടായിട്ടുണ്ട്. കാരണം എനിക്ക് ഈ വണ്ടി ഭയങ്കര ഇഷ്ടമായി. പിന്നെ നമ്മൾ ഈ വണ്ടി മോഡിഫൈ ഒക്കെ ചെയ്തിട്ടാണ് നമ്മുടെ പേജിനെ റീച്ച് കിട്ടിയതും നമുക്ക് ആ ഒരു നമ്മൾക്കൊരു ഐഡൻറ്റിറ്റി കിട്ടിയതൊക്കെ ഈ ഒരു വണ്ടി കാരണമാണ്. കാരണം ചിലപ്പോൾ ഞാനൊരു താറ് കൊണ്ടു നടന്നിറങ്ങി ചിലപ്പോൾ എനിക്ക് ഇത്രയും കിട്ടില്ലായിരുന്നു. താറ് എല്ലാവരും ആ ഒരു രീതിയിൽ കൊണ്ടു നടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് അത്ര റീച്ചും കാര്യങ്ങളൊക്കെ ഒന്നും കിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു വണ്ടി ഇങ്ങനെ കൊണ്ടു നടക്കുക എന്നുള്ളത് എന്താ പറയുക, എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല. അതിൽ പിന്നെയാണ് ഞാൻ കണ്ടത് ഒരുപാട് പേര് മോഡിഫൈ ചെയ്തു. ഇപ്പോൾ നമ്മുടെ വണ്ടി കണ്ടിട്ട് തന്നെ അവർക്ക് തന്നെ നമ്മൾ ചെയ്ത വർക്ക്ഷോപ്പിൽ തന്നെ ഒരുപാട് വർക്ക് കിട്ടി. സെയിം മോഡൽ കരിയറും കാര്യങ്ങളൊക്കെ ചെയ്തു. എൻ്റെ കരിയറും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു മുകളിലെ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പഴയ വീഡിയോ കാണുന്നവർക്ക് അറിയാം. ഫുള്ളി ഒരു കുറേ വേർഷൻസ് നമ്മുടെ വണ്ടിയുടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് പേർക്ക് അത് ഇഷ്ടമായിട്ട് അതുപോലെയൊക്കെ അവരവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ബൊലേറോ മോഡിഫിക്കേഷൻസ് നമ്മുടെ വീഡിയോസ് കണ്ടതിന് ശേഷം ആ ഒരു സെയിം വർക്ക്ഷോപ്പിൽ തന്നെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ പുതിയതായിട്ട് വണ്ടി മോഡിഫൈ ചെയ്യാൻ പോകുന്നതോടെ എനിക്ക് പറയാം, നിങ്ങളൊരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 3 ഇരട്ടി എന്തായാലും നിങ്ങൾക്ക് ചിലവാകും. അതിപ്പോൾ അവരുടെ അടുത്ത് ചോദിക്കുക. ഇപ്പോൾ ഒരു പാർട്സ് മാറ്റുന്നത് നമ്മൾ പറയും ആ പാർട്സ് മാറ്റിക്കോ, അത് കുഴപ്പമില്ല എന്ന് പറയും. പക്ഷേ അവരപ്പോൾ ലേബറിൻ്റെ കാര്യം പറയില്ല. അത് കഴിഞ്ഞിട്ട് ഈ എല്ലാം മാറ്റിയതിൻ്റെ ലേബറും കാര്യങ്ങളിലേക്ക് വരുമ്പോൾ 3 ഇരട്ടി പൈസ ചിലവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് തന്നെ ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ഫുഡ് റെസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിലില്ല, ഇത് കണ്ട ഈ പെയിൻറ്റ് പോകണണ്ട, ഇത് ഞാൻ 2 തവണ വീണ്ടും ചെയ്താൽ പോവാത്ത പെയിൻറ്റാന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്താൽ ഇതും അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർക്ക് കിട്ടുന്ന പെയിൻറ്റ് അങ്ങനെ എന്നുള്ള രീതിയിലാണ് അവർ തരണേ. എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ 2 ദിവസം കൊണ്ട് തന്നെ വീണ്ടും തട്ടിമുട്ടി അതിൻ്റെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോവാണ്. ഈ ഫോഗ് ലൈറ്റ് ഒന്നും നിൽക്കില്ല. ബൊലേറോൻ്റെ മെയിൻ പ്രശ്നമാണ് ഈ ഫോഗ് ലൈറ്റൊക്കെ പെട്ടെന്ന് പോകും. അത് ഏത് മോഡലൊക്കെ വാങ്ങിച്ചു വെച്ചാലും അതിൻ്റെ ഫോഗ് ലൈറ്റ് പെട്ടെന്ന് പോകും. പിന്നെ എനിക്ക് ഈ വണ്ടിയെ കുറിച്ച് പറയാനുള്ളത്, എനിക്ക് ഒരുപാടൊന്നും വഴി കിടക്കേണ്ട വന്നിട്ടില്ല. വഴിയിൽ കിടക്കേണ്ട വന്നത് ആ ബോൾ ജോയിൻറ്റ് പോയൊരു കേസ്, അതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ കാര്യങ്ങളൊക്കെ നടന്നത്. നമ്മളൊരു ട്രിപ്പ് പോയിപ്പോൾ നല്ല രാത്രിയിൽ പെട്ടെന്ന് ബോൾ ജോയിൻറ്റ് പോയിട്ട് അത് എല്ലാ ബൊലേറോനും പറ്റുന്നൊരു പ്രശ്നമാണ്. അതാണ് ഒരു കോമൺ പ്രശ്നം ബൊലേറോൻ്റെ. അപ്പോൾ അങ്ങനെ വഴി കിടക്കേണ്ട വന്നിട്ടുണ്ട്. പിന്നെ വണ്ടി ടയർ താന്നു പോയൊരു കേസുള്ളൂ. പിന്നെ ഒരു ഊട്ടിക്ക് പോയിട്ട് പെട്ടുപോയി. കാരണം ഇമ്മൊബിലൈസർ എടുക്കണ്ടായില്ല. ഇമ്മൊബിലൈസർ എന്ന് പറഞ്ഞാൽ ചിലവർക്ക് അറിയായിരിക്കും, അത് ഈ വണ്ടിക്കല്ല, കുറേ വണ്ടികൾക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കീ ഓൺ ആക്കുന്ന സമയത്ത് ആ ഒരു കീ ലോക്കിൻ്റെ ഒരു സിമ്പിൾ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുക. അതായത് കീ എടുക്കില്ല, ഇമ്മൊബിലൈസർ അതിനെ ചെയ്യില്ല, ഡിറ്റക്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക, വണ്ടി പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് തവണ സ്റ്റാർട്ടായി കഴിഞ്ഞിട്ട് വണ്ടി ലോക്കായി പോകും. പിന്നെ കമ്പനിയിൽ നിന്ന് ആൾ കൊണ്ട് വരിക, അല്ലെങ്കിൽ ബാറ്ററിയുടെ ടെർമിനൽ ഊരിയിട്ട് കുറേ നേരം ഊരിയിട്ടിട്ട് പിന്നെയും ഒന്ന് ട്രൈ ചെയ്താൽ നടക്കും. പക്ഷേ എപ്പോഴും ആ ഇമ്മൊബിലൈസർ ആ ഒരു കീ ഡിറ്റക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഊട്ടിയിൽ തണുപ്പത്ത് കിടന്ന് ഞാൻ പെട്ടുപോയതാണ്. കാരണം തണുപ്പത്ത് ഈ സാധനം ശരിയാവില്ല. എന്നിട്ടൊന്ന് വെയിലടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം ശരിയാവും. എന്നിട്ട് ഞാൻ വെയിലത്തൊക്കെ ഇട്ട് ബോണറ്റൊക്കെ തുറന്ന് ഒരു കണക്കിനാണ് വണ്ടി അന്ന് സ്റ്റാർട്ടാക്കി എടുത്തത്. അന്ന് ഞാൻ ശരിക്കും പെട്ടുപോയി എന്നാണ് വിചാരിച്ചത്. അതാണ് പെട്ടുപോയി എന്ന് പറയാൻ പറ്റുന്ന 2 കാര്യങ്ങൾ. പക്ഷേ ഇതൊക്കെല്ലാം
ഒരു എന്താ പറയുക, എനിക്കത് സ്റ്റാർട്ടിങ്ങിൽ അത് കുറേ ഇഷ്യൂസ് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ട്രിപ്പ് പോണേക്കാൾ മുമ്പ് ഉണ്ടായിരുന്നു. എനിക്കത് അത്രയും പൈസ കൊടുത്ത് ശരിയാക്കാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അത്. ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം അതിന് ശേഷം നമ്മൾ കീ സെറ്റും ഇമ്മൊബിലൈസറും അടക്കം മാറ്റി പ്രോഗ്രാം ചെയ്ത പിന്നെ പ്രശ്നമൊന്നുമില്ല. അതിന് മാത്രം ഒരു എമൗണ്ട്, വലിയൊരു എമൗണ്ട് നമുക്ക് ചിലവായിട്ടുള്ളൂ. ഒരു 10-15 ഉള്ളിൽ അതിന് ചിലവ് വരും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അല്ലാതെ ഉള്ള ചിലവുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ്റനൻസ് ഭയങ്കര കുറവാണ്. നമ്മൾ ഈ മോഡിഫൈ ചെയ്യുന്നതിൻ്റെ പൈസ മാത്രം നമുക്ക് എക്സ്ട്രാ കൂടുതലായിട്ട് വരുന്നത്. അല്ലാതെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കാൻ ഭയങ്കര എളുപ്പമാണ്. ആകെ ഓയിൽ ചേഞ്ച്, ഈ പറഞ്ഞ ബോൾ ജോയിൻറ്റിൻ്റെ വർക്കുകൾ, കാര്യങ്ങൾ, പിന്നെ ഈ മൊബിലൈസർ വർക്കൊന്നുണ്ട്, പിന്നെ ക്ലച്ച് ഡിസ്ക്, ഇതെല്ലാം വണ്ടിക്കും വരുന്നതല്ലേ. പിന്നെ എന്ന് വെച്ചാൽ ഒരു പാർട്സ് പോലും നമുക്ക് വലിയ ഡീല് ഇല്ലാണ്ട് കിട്ടും കേട്ടോ. കാരണം നമുക്ക് പാർട്സ് ഒന്നും വലിയ ഡീലില്ല. മഹീന്ദ്രയുടെ ആയതുകൊണ്ട് തന്നെ പഴയ വണ്ടിയായാലും ഒരുപാട് ഡിലേ എന്നൊന്നും പറയാൻ പറ്റില്ല. പെട്ടെന്ന് സാധനങ്ങൾ കിട്ടി. മൊബിലൈസറും കീ സെറ്റാണെങ്കിൽ പോലും അവരെനിക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്ത് തന്നു. ഞാൻ ഷോറൂമിൽ തന്നെയാണ് ചെയ്തത്. അവർ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തന്നു. പിന്നെ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ യൂസർ റിവ്യൂവിൽ നല്ലതെന്ന് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യം പറയില്ലേ, വണ്ടി ഓടിക്കാൻ ത്രില്ലുള്ളവർക്ക് അടിപൊളിയാണ്. പിന്നെ മോഡിഫൈ ചെയ്ത് കൊണ്ട് നടക്കുകയാണെങ്കിൽ പൊളിയാണ്. പക്ഷേ മോഡിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ആ ഒരു വണ്ടി എടുത്തിട്ട് മോഡിഫൈ ചെയ്ത് ഈ ഒരു പജേറോ അല്ലെങ്കിൽ നമ്മൾ ഈ താറിൻ്റെയൊക്കെ റേറ്റ് ആകുമ്പോൾ ചിലവർക്ക് ചിന്തിക്കേണ്ടി വരും, ഇതിനും ആ വണ്ടി എടുത്താൽ പോരെയെന്ന്. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ പഴയ വീഡിയോയിലൊക്കെ പറയാറുള്ള പോലെ താർ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ എന്താ പറയുക, ഞാൻ 4-4.5 ലക്ഷം കൊടുത്ത് വണ്ടി എടുത്തിട്ട് 5 ലക്ഷത്തിന് മുകളിൽ പണിതിട്ടുണ്ട്. താറ് എടുത്തിട്ടുണ്ടെങ്കിൽ താറും ചിലപ്പോൾ 5 ലക്ഷം 6 ലക്ഷത്തിന് പണിയും. അപ്പോഴും ഈ പറഞ്ഞ പോലെ അതുക്കും മേലെ വണ്ടി എടുത്തുകൂടെ എന്നൊക്കെ ചിന്തിക്കാം. ഇതൊക്കെ ഒരു ത്രില്ലാണ്. അപ്പോൾ ആ രീതിയിൽ എടുക്കുക. അപ്പോൾ ബൊലേറോ മോഡിഫൈ ചെയ്യുന്നവർ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒക്കെ അറിഞ്ഞിരിക്കുക. ഇനി ഏത് വണ്ടി മോഡിഫൈ ചെയ്യുന്നവരാണെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു കുറച്ച് പോയിൻറ്റ്സ് നോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മൾ വണ്ടി പണിയാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ തരുന്ന എസ്റ്റിമേറ്റ് ആയിരിക്കില്ല പിന്നീട് വരണേ. കാരണം അതിൻ്റെ പാർട്സിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കരുത്, അതിൻ്റെ ലേബറും കാര്യങ്ങളും കൂടി അവരോട് കറക്റ്റായിട്ട് പറഞ്ഞിട്ട് മാത്രം ആ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ പറയുക, നമ്മൾ വണ്ടി ഒരു തവണ മോഡിഫൈ ചെയ്ത് പിന്നെയും മോഡിഫൈ ചെയ്തുകൊണ്ട് നടന്നാൽ പിന്നെ ഒരിക്കലും നമുക്ക് വണ്ടി വിൽക്കാൻ പറ്റില്ല. വിൽക്കാൻ പറ്റില്ല എന്നല്ല, വിൽക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ആ മോഡിഫൈ ചെയ്തത് മൊത്തം വെറുതെ. കാരണം മോഡിഫൈ ചെയ്തതിനൊന്നും ഒരു റേറ്റും ആരും കാണില്ല. അത് നമുക്ക് എന്തായാലും വൻ നഷ്ടമാവുള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും സെയിം വണ്ടി മോഡിഫൈ ചെയ്തുകൊണ്ട് നടക്കാമെന്ന് മാത്രമേ വഴിയുള്ളൂ. ഇപ്പോൾ എൻ്റെ ഒരു മൈൻഡിൽ ഈ വണ്ടി തന്നെ കൊണ്ടു നടക്കാം. എനിക്ക് വേറെ പ്രശ്നങ്ങൾ ഞാൻ പറയില്ല, മെക്കാനിക്കൽ സൈഡാണെങ്കിലും കൊണ്ടു നടക്കുന്നതിലാണെങ്കിൽ ഒരു പ്രശ്നമില്ല. പിന്നെ കുറച്ചുകൂടി ഒരു ദൂരമൊക്കെ പോകുമ്പോൾ ഫാമിലിക്ക് കുറച്ച് കംഫർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാറ് അത് ഞാൻ നോക്കുന്നുണ്ട്. ഒരു കാറ് വാങ്ങണമെന്ന് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു നല്ല കാറുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ എന്നെ കൊണ്ട് പറ്റുമ്പോൾ അത് തീർച്ചയായിട്ടും ഞാൻ വാങ്ങിക്കും. നമ്മുടെ വീട് പണി റീസെൻ്റ്ലി കഴിഞ്ഞുകൊണ്ട് ഫണ്ടിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. വേറെ വണ്ടി എടുക്കാനുള്ള ഒരു സാമ്പത്തികവും EMI അടയ്ക്കാനുള്ളൊരു അവസ്ഥയിലല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി കൂടെ എടുക്കും. എന്നാൽ ഈ വണ്ടി നമ്മൾ എന്തായാലും നമ്മുടെ കയ്യിലുണ്ടാവും. ഈ വണ്ടി വിൽക്കാൻ പറ്റില്ല. ഈ വണ്ടി പിന്നെ നമുക്ക് ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു വണ്ടിയുടെ വേറൊരു കാര്യം എടുത്തു പറയേണ്ട കാര്യം കേട്ടോ, നമ്മൾ ബൊലേറോ ഓണേഴ്സ് ക്ലബ്ബ്, ഈ വണ്ടി ഉള്ളതുകൊണ്ടാണ് ആ ക്ലബ്ബിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയത്. അതൊരു എന്താ പറയുക അടിപൊളി ക്ലബ്ബാണ്. ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂണിറ്റിയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. എന്താ പറയുക, നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും വണ്ടിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ പോലും എന്താവശ്യം ഉണ്ടെങ്കിലും അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ ഒരു നല്ലൊരു കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയത് പോലും ഈ ഒരു വണ്ടി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിപ്പോൾ ആ ഒരു എന്താ പറയുക ക്ലബ്ബിൽ നിന്ന് പോകാതിരിക്കാനെങ്കിലും വണ്ടി വിൽക്കാതിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അത്രയ്ക്ക് സെറ്റപ്പാണ് ആ ഒരു ഗ്രൂപ്പും കാര്യങ്ങളും അവരുടെ സപ്പോർട്ടും ഒക്കെ. പിന്നെ കുറേ പേര് നമ്മുടെ അടുത്ത് ഈ ഒരു MT ടയറിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബ്രാൻഡ് ഞാൻ പിന്നെ എടുത്ത് പറയണ്ടല്ലോ, ഇത് മാക്സിസിൻ്റെ ബിഗ് ഹോൺ 764 എന്ന് പറഞ്ഞ ടയറാണ് MT ടയർ. ഇതിൻ്റെ ആ ഒരു ലെറ്ററിങ് കാര്യങ്ങൾ വരുന്ന വൈറ്റ് അത് ഓൾറെഡി അതിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് അത് ക്ലീൻ ചെയ്തെടുത്താൽ മാത്രമേ ആ ഒരു കളർ അതിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ. എങ്ങനെയൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ പോലെ ആ ഒരു വൈറ്റ് കളർ പിന്നീട് അത് കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. ഇപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കളർ വരും കേട്ടോ. എന്നാലും ആ ഒരു വൈറ്റ് കളറിലേക്ക് എത്തിക്കാൻ നല്ല പണിയാണ്. കാരണം ഇത് ചെളിയും ചില സാധനങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തോരം സംഭവങ്ങൾ ഇട്ടിട്ട് തുടച്ചാലും അത് കറക്റ്റായിട്ട് അത് തിരിച്ചു വരില്ല. ചിലവരൊക്കെ റീപെയിൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതുവരെ റീപെയിൻറ്റ് ചെയ്തില്ല. എങ്ങനെയാണോ നമുക്ക് കിട്ടിയത് അങ്ങനെ തന്നെ ഇരിക്കുന്ന മാക്സിമം എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ മാത്രമാണ് പതിവ്. ഈ ഒരു ടയർ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 235/75 R15 ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഇത് നമ്മൾ ഉള്ളിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് റിമ്മ് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന്. ആക്ച്വലി നമ്മളൊരു ബേസിക് സംഭവം, ഒരു നോർമൽ സ്റ്റോക്ക് സംഭവത്തിന് എങ്ങനെയൊക്കെ അത് മോഡിഫൈ ചെയ്താലും ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും വാഹനങ്ങൾക്ക് ഉണ്ടാവും. എനിക്കിത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇതിട്ട സമയത്ത് ബ്രേക്ക് ലിവർ ഭയങ്കര വൈബ്രേഷനായിരുന്നു. ബ്രേക്ക് പിടിക്കുമ്പോൾ കയ്യിൽ നിന്ന് കാലുകളിൽ ഇങ്ങനെ വിറയ്ക്കും. അപ്പോൾ അത്രയ്ക്ക് ഇതുള്ളതുകൊണ്ട് ഞാനിത് ബ്രേക്കിൻ്റെ വല്ല പ്രശ്നമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊടുത്തു. അപ്പോൾ അത്താണിയിലുള്ള സർവീസ് സെൻറ്ററിൽ അവർ ബ്രേക്കിൻ്റെ മാറ്റേണ്ട എല്ലാ സാധനങ്ങളും മാറ്റി, എന്നിട്ട് ഈ സംഭവം മാറില്ല. അപ്പോൾ അതിനുശേഷം ഞാൻ പഴയ അലോയ് വീൽ തന്നെ ഇട്ട് നോക്കി. അപ്പോൾ പ്രശ്നമൊന്നുമില്ല. അപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ പ്രശ്നം കൊണ്ടാണ് വൈബ്രേഷൻ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വേറൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആൾക്കും ഈ പ്രശ്നമുണ്ട്. പിന്നെയുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഞാൻ പറഞ്ഞില്ലേ സ്റ്റോക്ക് സംഭവം നമ്മൾ മോഡിഫൈ ചെയ്തിട്ട്
എങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തിയാലോ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തായാലും വരും. പിന്നെ നമ്മൾ ലുക്കിനും ഇപ്പോൾ പുറത്തേക്ക് തള്ളി കിടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ടയർ യൂസ് ചെയ്തപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ മറ്റേ ടയറാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ റോഡിലൂടെ പോകുമ്പോൾ നല്ല സ്മൂത്തായിട്ടായിരിക്കും പോവുക. പക്ഷേ ഇത് ഭയങ്കര സൗണ്ടായിരിക്കും. ഭയങ്കര സൗണ്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി സൗണ്ടായിരിക്കും. ഒരുമാതിരി വലിയൊരു വണ്ടി വരുന്ന ഒരു സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഉള്ളിലേക്കും അതിൻ്റെ സൗണ്ട് കിട്ടൂട്ടാ നമ്മൾ ഗ്ലാസ് തുറന്നിട്ട് പോകണമെങ്കിൽ. അത് ഭയങ്കര ഒരു നെഗറ്റീവാണ്. പക്ഷേ ലുക്ക് വൈസ് എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു റോഡിൽ പോകുമ്പോൾ മാത്രമല്ല ഈ പ്രശ്നം, റോഡിലല്ലാത്തടത്ത് പോകുമ്പോൾ ഈ വണ്ടി ഓടിക്കാൻ നല്ല ഫീലാണ്. കാരണം ഈ ഒരു ടയർ ഉള്ളതുകൊണ്ട്. അല്ലാതെ റോഡിൽ ഓടിക്കാൻ വേണ്ടിയിട്ട് ആരും ആ ഒരു പർപ്പസിന് മാത്രം ഈ ഒരു ടയർ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും സെറ്റപ്പ് ആയിരിക്കില്ല. ലുക്കും പിന്നെ എന്താ പറയുക, ഓഫ് റോഡ് ഓടിക്കാൻ അടിപൊളി ടയറാണ് ഈ ഒരു ടയർ. അപ്പോൾ അതാണ് ഈ ഒരു ടയറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ ടയറിന് ഞാൻ എടുത്തപ്പോൾ റേറ്റ് ആയത് ഒരെണ്ണത്തിന് 15,500 എനിക്ക് ഞാൻ ആ എടുത്ത സമയത്ത്. പിന്നെ റിമ്മിന് ഞാൻ സെക്കൻഡ് ഹാൻഡ് എടുത്ത് 25,000 ആയത് 5 എണ്ണത്തിന്. അപ്പോൾ 1,00,000 മുകളിൽ നമുക്ക് ഈ റിമ്മിനും ടയറിനും വേണ്ടി മാത്രം നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്കാണ് ബൊലേറോനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഏകദേശം കുറച്ച് നല്ല കാര്യങ്ങളും പിന്നീടുള്ള പ്രശ്നങ്ങൾ, മെയിനായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അത് ഈ വണ്ടിയുടെ മാത്രമല്ല, ഒരുപാട് വണ്ടികൾക്ക് ഈ പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ പക്ഷേ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ബൊലേറോനെ കുറിച്ച് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ അടുത്ത വീഡിയോസിൽ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. ഇതൊരു സിമ്പിളായിട്ടൊരു പെട്ടെന്നൊരു ക്വിക്കായിട്ട് ഞാനൊരു വീഡിയോ എടുത്താണ്. റീൽസായിട്ട് ഇടാൻ പറ്റണ ഒരു ഡീറ്റെയിൽസ് അല്ല, ഒരുപാട് ഡീറ്റെയിൽസ് ഉള്ളതുകൊണ്ടാണ് ഞാനൊരു ഫുൾ വീഡിയോ ആയിട്ട് തന്നെ ഇട്ടത്. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടെ. അപ്പോൾ റീൽസ് എന്താ പറയുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ട് അതും യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതൊക്കെ ചെയ്യുക. മാക്സിമം കൂടെ നിൽക്കുക. ഇനിയും ഒരുപാട് ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതായിരിക്കും. ഈ വണ്ടിയുടെ ആണെങ്കിലും പുതിയ വണ്ടികളുടെ ഡീറ്റെയിൽസ്, യൂസർ റിവ്യൂസ്, അങ്ങനെ വീടിൻ്റെ ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെ നമ്മുടെ ലൈഫിൽ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു സൈക്ലോ സ്റ്റോറീസിലുണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് നമ്മുടെ കൂടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് എല്ലാവർക്കും ബൈ.